എല്ലാവർക്കും നമസ്കാരം. സൂര്യാവിഷ്ണിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് അത്തിക്ക. സ്ത്രീ സഹജമായിട്ടുള്ള രോഗങ്ങൾക്കെല്ലാം വളരെ നല്ലൊരു പ്രതിവിധിയാണ് ഈ കായ. PCOD അതുപോലെ ഗർഭാശയ സംബന്ധമായിട്ടും ആർത്തവ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും നമ്മുടെ അത്തിക്ക ആയുർവേദത്തിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. അത്തിക്ക നന്നായി കഴുകി അതിൻ്റെ തൊലി ചെത്തി കളഞ്ഞിട്ട് വേണം നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട്. ഇതിൽ ഒരു ചെറുണ്ട്, നമ്മുടെ ചക്കയിലൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരു വിളഞ്ഞിൻ പോലെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് കയ്യിൽ എണ്ണയൊക്കെ ഇട്ടിട്ട് വേണം അത് അരിഞ്ഞെടുക്കാനായിട്ട്. ഇത് വെച്ചിട്ട് നല്ല ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അരിഞ്ഞു വെച്ച അത്തിക്ക നമുക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഇത് വെന്ത് കിട്ടുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയുള്ളിയും പച്ചമുളകും വറ്റൽമുളകും കൂടി ഇടികല്ലിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. തേങ്ങ ഒരു പാത്രത്തിൽ ചിരകിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് ജീരകം, അതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഉള്ളിയും മുളകും അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ആ ഒതുക്കി വെച്ചിരുന്ന തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടി അതിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ അത്തിക്ക അത് എവിടെ വെന്തിരിപ്പുണ്ടായിരുന്നു അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടി വേവിക്കാൻ വെച്ചു. 5 മിനിറ്റ് ഞാൻ തുറന്നു നോക്കുമ്പോൾ നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ തേങ്ങയും മുളകും എല്ലാം നമ്മുടെ അത്തിക്കായയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഇടിയഞ്ചക്കയുടെ ഒക്കെ ഒരു സ്വാദാണിതിന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.